ഹായ്, അത്യാവശ്യം നല്ല മൈലേജ്, നല്ല റൈഡിംഗ് കംഫർട്ട്, ലോ മെയിൻ്റനൻസ്, ഹോണ്ട എന്ന ബ്രാൻഡിൻ്റെ ഒരു വിശ്വാസ്യത. ഈ 4 റീസണാണ് യൂണിക്കോൺ എന്ന ബൈക്ക് നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ ഇത്രയും ഇറങ്ങാനുള്ള ഒരു റീസൺ. ഇത് 2025 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന യൂണിക്കോൺ ആണ്. ഈ ഒരു അപ്ഡേറ്റ് ഒരു 2015 വന്നിരുന്നു എങ്കിൽ ഈ വാഹനം കുറച്ചും കൂടി പോപ്പുലർ ആയാണ്. ഇപ്പോൾ ഈ 2025 മോഡലിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. 2004 ഹോണ്ട യൂണിക്കോണിനെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. 2004 തൊട്ട് 2020 വരെ സെയിം എഞ്ചിനിൽ തന്നെയായിരുന്നു ഈ വാഹനം വന്നുകൊണ്ടിരുന്നത്. 2020 BS6 നോംസ് വന്നതിന് ശേഷം ആ എഞ്ചിൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് നമ്മുടെ 160cc എഞ്ചിനിലേക്ക് ചേഞ്ചായി. നിങ്ങൾ ഈ കാണുന്ന 2025 കാണുന്ന ഈ വാഹനം ഇപ്പോൾ ആ ലേറ്റസ്റ്റ് ഫോർമാറ്റിലുള്ള BS6 എഞ്ചിനിലാണ് വരുന്നത്. ഹോണ്ടയിൽ 2004 ലോഞ്ച് ചെയ്തതിന് ശേഷം 2025 വരെ ഓൾമോസ്റ്റ് 21 കൊല്ലം സിമിലർ ഡിസൈനാണ്. ഡിസൈനിലാണെങ്കിലും വളരെ ചെറിയ ചേഞ്ചസ് അവിടെ ഇവിടെയൊക്കെയാണ് ഹോണ്ട കൊണ്ടുവന്നിരുന്നുള്ളൂ. മറ്റെല്ലാം സെയിം ആയിട്ട് തന്നെ കൊടുത്തിരുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തതിന് ശേഷം ഇത്രയും നാൾ ഈ ഒരേ ഒരു ഡിസൈനിൽ പോകുന്ന ബൈക്ക് ശരിക്കും ഈ യൂണിക്കോൺ മാത്രമായിരിക്കും. ലോഞ്ച് ചെയ്ത അന്ന് തൊട്ട് ഇപ്പോൾ വരെ അത്യാവശ്യം സെയിൽസ് ഈ വാഹനത്തിനുണ്ട്. അതാണ് ഈ ഡിസൈൻ ചേഞ്ച് ആവാണ്ട് ഈ ഒരു ഡിസൈൻ തന്നെ തുടരാനായിട്ടുള്ള റീസൺ. കാര്യം യൂണിക്കോൺ 160 CB, യൂണിക്കോൺ ഡാസ്ലർ എന്നൊക്കെ പറഞ്ഞ് മറ്റു അനവധി മോഡലുകൾ വന്നെങ്കിലും ഈ വാഹനം അപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. ഇതിപ്പോൾ 2025 വന്നപ്പോൾ അത്യാവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കാലത്തിനൊത്ത മാറ്റം എന്ന് പറയുന്ന രീതിയിലുള്ള ചേഞ്ചസാണ് വന്നിരിക്കുന്നത്. ലുക്ക് കാര്യങ്ങളെല്ലാം സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ചേഞ്ചസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ നമുക്ക് LED ഹെഡ്ലൈറ്റിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അത് ഫുൾ LED യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ 2 പാർക്ക് ലൈറ്റ് വരുന്നു. ഇത് നമ്മൾ വാഹനം ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഹെഡ്ലൈറ്റ് ഫംഗ്ഷനിലാണ്. താഴെ നമുക്ക് 2 പാസ് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വശങ്ങളിൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈനിൽ ഒരു ചേഞ്ചസ് കാണാം. ഇൻഡിക്കേറ്റേഴ്സ് പക്ഷേ ഇപ്പോഴും ഹാലജനായിട്ടാണ് വരുന്നത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഫ്രണ്ടിൽ ABS കൂടിയ സിംഗിൾ ചാനൽ ABS ഒരു ഡിസ്ക് ബ്രേക്കുകളാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ടയർ സൈസിലൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. സെയിം ടയറുകളാണ് വാഹനം ലോഞ്ച് ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെ സിമിലർ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. 80, 118 ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നമ്മൾക്ക് അലോയ് വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വാഹനം ഇറങ്ങി 1-2 കൊല്ലത്തിന് ശേഷം അലോയ് വീൽസിൻ്റെ അപ്ഡേറ്റ് വന്നു. അതിനുശേഷം അലോയ്സിൻ്റെ ഡിസൈനിൽ പോലും ഒരു ചേഞ്ചസ് വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ട്രാവലുള്ള ഫ്രണ്ടിലെ സസ്പെൻഷനാണ് വരുന്നത്. വശങ്ങളിലേക്ക് വന്നാൽ വേറൊരു ചേഞ്ച് കാണാൻ പറ്റുന്നത് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറായി എന്നുള്ളതാണ്. നമ്മളുടെ സൈലൻസറിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ആദ്യം ഒരു ക്രോം ഫിനിഷിലാണ് വന്നിരുന്നത്. അതിപ്പോൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഈ ഒരു കിക്കറിൻ്റെ ഈ ലിവറും ഒരു ക്രോം ഫിനിഷായിരുന്നു, അതും ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വശങ്ങളിൽ നോക്കുമ്പോൾ ഈ ഒരു ലോഗോയിലെ ക്രോമും ഈ ഒരു ക്രോമും മാത്രമേ വരുന്നുള്ളൂ. പിന്നെ യൂണിക്കോണിൻ്റെ ബാഡ്ജിങ്ങും ബാക്കി കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറിലേക്കാണ് വാഹനം വരുന്നത്. നമുക്ക് ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ഒരു പഴയ മോഡലിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലൊരു ഇത് കൊടുത്തിരിക്കുന്നത് കാണാം. യൂണിക്കോൺ എന്ന് പറഞ്ഞ ബാഡ്ജിയും കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സെയിം ഡിസൈൻ തന്നെയാണ്. നമുക്ക് ബാക്കിൽ ടെയിൽ ലൈറ്റുകൾ ഇപ്പോഴും ഹാലജനായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹോണ്ട എന്ന് പറഞ്ഞ ലെറ്ററിങ് കാണാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് ആ ഒരു ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മളിവിടെ നമ്പർ പ്ലേറ്റ് കൊടുക്കാം. അതിന് താഴെയായിട്ട് ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ടയർ സൈസിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ലോഞ്ച് ചെയ്ത സമയത്ത് തൊട്ടുള്ള സെയിമാണ്. 190R18 ബാക്കിലെ ടയർ സൈസ് വരുന്നത്. നമുക്ക് ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് ഒന്നും കൊടുത്തിട്ടില്ല. നോർമൽ ഡ്രം ബ്രേക്കുകളാണ് ഇപ്പോഴും ഹോണ്ട ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളുടെ ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സാരി കാർഡ് കാണാം. ഇതിനകത്ത് വരുന്നതെല്ലാം ആക്സസറൈഡ് ചെയ്തതാണ്. നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ആ ലോക്ക് ഇവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ആ കീ ഉപയോഗിച്ച് നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ബാറ്ററി കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് അത് ഈ ഒരു വശത്തായിട്ടാണ് എൻ്റെ ബാറ്ററി കാര്യങ്ങൾ വരുന്നത്. വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് ഈ വാഹനം ഇത്രയും ഹിറ്റാവാനായിട്ടുള്ള റീസൺ ഇതിൻ്റെ മോണോ ഷോക്ക് തന്നെയാണ്. സ്റ്റിൽ 2025 ഹോണ്ട ആ ഒരു ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. വളരെ കംഫോർട്ടായിട്ടൊന്ന് റൈഡ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ് യൂണിക്കോൺ. ഞാൻ ഉപയോഗിക്കുന്നത് ഒരു യൂണിക്കോണാണ്. 2020 മോഡൽ BS4 ആണ് എൻ്റെ വാഹനം. എനിക്ക് ഏകദേശം ഒരു 58 വാഹനം മൈലേജും തരുന്നുണ്ട്. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സൈഡ് സ്റ്റാൻഡ് വാണിംഗ് ഉള്ളത് കൊണ്ട് സ്റ്റാൻഡ് തട്ടിയാലാണ് വാഹനം സ്റ്റാർട്ട് ആവുള്ളൂ. അതിൻ്റെ ആ ഒരു കണക്ഷൻ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നു. നമ്മളുടെ 160cc എഞ്ചിനാണ് വരുന്നത്. സിംഗിൾ ഹോൺ കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ഹോണൊന്നും വരുന്നില്ല. ഇനി മേജർ ചേഞ്ചസ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഹനത്തിൻ്റെ. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്കൊരു USB Type-C ചാർജിങ് പോർട്ട് ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ
ഹാൻഡിൽ ബാറിൽ ഒരു ക്രോം ഫിനിഷായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടിയും സ്റ്റാൻഡേർഡുള്ള ഒരു പൗഡർ കോട്ടിങ്ങോട്ട് ബ്ലാക്ക് കളറിലുള്ള ഹാൻഡിൽസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമ്മളുടെ സ്വിച്ചസ് ഇവിടെ പാസ് സ്വിച്ച് ഇവിടെ താഴെ വന്നു. നമ്മളിവിടെ ഹെഡ്ലൈറ്റിൻ്റെ ഡിം ആൻഡ് ബ്രൈറ്റ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റേഴ്സ്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഹോണിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നാൽ നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ചും സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കാണാം. പിന്നെ മേജറായിട്ടുള്ളൊരു ചേഞ്ച് വന്ന ഭാഗം നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. നമുക്ക് ആദ്യം അനലോഗ് RPM മീറ്ററും സ്പീഡോമീറ്ററും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആണെന്നേ പറയാൻ പറ്റൂ. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഒരു ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ വന്നു. അതിനകത്ത് നമുക്ക് സ്പീഡോമീറ്റർ അറിയാനായിട്ട് പറ്റും, എത്ര കിലോമീറ്റർ ഓടി, പിന്നെ നമ്മളുടെ ബാറ്ററിയുടെ ഒരു പവർ അറിയാനായിട്ട് പറ്റും, ടൈം കൊടുത്തിരിക്കുന്നു. ഇത് നമ്മുടെ RPM മീറ്റർ കൊടുത്തിരിക്കുന്നു. ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വാഹനം ഫസ്റ്റ് ഗിയറിലേക്കോ സെക്കൻഡ് ഗിയറിലേക്കോ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നത് കാണാം. RPMന് നമുക്കൊരു ഈക്കോ മോഡ് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ABSൻ്റെ ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡിം ആൻഡ് ബ്രൈറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷനും ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റ് അഡീഷണൽ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്ത് റിയൽ ടൈം മൈലേജും അറിയാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ബാറ്ററിയുടെ ഒരു പവറാണ്. പിന്നെ നമ്മൾക്ക് ആവറേജ് ഫ്യൂവലിൻ്റെ ഒരു ഇൻഡിക്കേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്നുണ്ട് റിയൽ ലൈഫിൽ നമുക്കിത് അറിയാനായിട്ട് പറ്റും. പിന്നെ എത്ര കിലോമീറ്റർ ഓടാനായിട്ടുള്ള ഇന്ധനം ബാക്കിയുണ്ടെന്നുള്ള ഇൻഫർമേഷനും അതിനകത്ത് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഇത് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ക്രോം ഫിനിഷിലാണ് വന്നിരുന്നത്. ഇതൊരു ബ്ലാക്ക് ഫിനിഷിലേക്ക് നട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ കാലത്തിനൊത്ത മാറ്റം എന്ന് പറയുന്ന രീതിയിൽ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ട് മാറിയിട്ടുണ്ട്. യൂണിക്കോൺ 160 2025 മോഡലിലേക്ക് വന്നിപ്പോൾ മേജർ ചേഞ്ചസ് വന്നിരിക്കുന്നത് ഹെഡ്ലൈറ്റിലാണ്. ഹെഡ്ലൈറ്റ് ഫുൾ LED ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഡിജിറ്റൽ മീറ്റർ വന്നു, ഒരു മൊബൈൽ ചാർജർ വന്നു. ഈ മൂന്നാണ് മേജറായിട്ടുള്ള ചേഞ്ചസ്. മറ്റെല്ലാ ചേഞ്ചസും മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസാണ്. ഹാൻഡിൽ ബാറിൻ്റെ കളർ മാറി, കിക്കറിൻ്റെ കളർ മാറി, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഡിസൈൻ ഒന്ന് ചേഞ്ചായി. അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസും കൂടിയും അതിനകത്ത് വരുന്നുണ്ട്. എൻജിൻ സെയിം 160cc BS6 സിംഗിൾ സിലിണ്ടർ പെട്രോൾ എൻജിൻ തന്നെ കൊടുത്തിരിക്കുന്നു. അത് 12.73 bhp ആണ് അതിന് തരുന്ന പവർ. 14 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ഒരു എൻജിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സെക്കൻഡ് ഗിയറിൽ തേർഡ് ഗിയറിലൊക്കെ നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൂവ് ആവുന്ന ഒരു എൻജിനാണ്. അവിടെ ഓവർടേക്കിങ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു വാഹനം യൂണിക്കോൺ അല്ലെങ്കിൽ യൂണിക്കോൺ 160 ഓടിക്കാത്തൊരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരുണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയും പോപ്പുലറായിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വാഹനത്തിൻ്റെ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 62 km/L ആണ്. റിയൽ ലൈഫിൽ ഒരു 55-നും 59-നും ഇടയ്ക്ക് ലഭിക്കും. ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ വാഹനത്തിന് എനിക്ക് 58-നടുത്ത് മൈലേജ് ലഭിക്കുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള സർവീസൊക്കെ ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു 1,00,000 കിലോമീറ്റർ വരെ പ്രത്യേകിച്ച് യാതൊരു കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാണ്ട് ഈ വാഹനം നിങ്ങൾക്ക് ഈസിലി കൊണ്ട് നടക്കാനായിട്ട് പറ്റും. 2025 വാഹനങ്ങളിൽ ഈ ഒരൊറ്റ വേരിയൻറ്റ് മാത്രമേ ഇപ്പോൾ നമുക്ക് വരുന്നുള്ളൂ. പഴയ മീറ്ററുള്ള ടൈപ്പുള്ള വാഹനങ്ങളൊന്നും അവൈലബിൾ അല്ല. ഇതിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1,20,000 രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 1,53,000 രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആക്സസറീസ് ഒന്നും ഇല്ലാത്ത പ്രൈസാണ്. ആക്സസറീസ് എല്ലാം ഉൾപ്പെടെ ഒരു 1,57,000 നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് സ്റ്റാൻഡ്, അങ്ങനെ നമ്മുടെ സ്റ്റിയറിംഗിലെ ഗ്രിപ്പ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആക്സസറീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഹോണ്ട റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് യൂണിക്കോൺ ബുക്ക് ചെയ്യാനോ ഹോണ്ടയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം വെയിറ്റൊക്കെ ഉള്ളൊരു വാഹനമാണ് യൂണിക്കോൺ. ഏകദേശം 140 കിലോയുടെ അടുത്താണ് ഈ വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസും സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിലും ഞാൻ 6 ഫൂട്ട് ഉള്ള ഒരാളാണ്. എനിക്ക് കാലെല്ലാം നിലത്ത് കുത്തി നല്ല കംഫോർട്ടായിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു സീറ്റിംഗ് പൊസിഷൻ കാര്യങ്ങളാണ് യൂണിക്കോണിനുള്ളത്. അതുപോലെ തന്നെ ബാക്കിലെ പില്യൺസിനും നല്ല കംഫോർട്ടായിട്ടൊന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.